ഹലോ നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 41 ആണ്, അതായത് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്ന് കഴിഞ്ഞത്. ഇന്നത്തെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ലക്ഷ്മിയോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു സെയിം പവറോട് കൂടി തന്നെ നമ്മുടെ ലാലേട്ടൻ ചോദിച്ചെന്ന് പറയാം. അതായത് പ്രമോ അടിപൊളിയായിരുന്നു, അതിലും അപ്പുറം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. തീപ്പൊരി പ്രസംഗമല്ല, തീപ്പൊരി ഡയലോഗുകളായിരുന്നു. അതേപോലെ നല്ല നിർത്തി പൊരിച്ചിട്ടുണ്ട് ലക്ഷ്മിക്ക് മറുപടികളും ഇല്ലായിരുന്നു ചോദിക്കുന്നതിന്. മറുപടി എന്ന് പറഞ്ഞാൽ ആൾ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കാണ്, ഒരു മാറ്റവും ഇല്ല. പിന്നെ അതിലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരാളുടെ സ്റ്റാൻഡ് അതിപ്പം ആൾക്ക് അങ്ങനെ ഒരു രീതിയാണെങ്കിൽ ആണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബിഗ് ബോസിലോട്ട് വന്നത്? വീട്ടിൽ വല്ല ഇരുന്നപ്പോൾ ഫാമിലി കാണും എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അങ്ങനെ ഒരു ഫാമിലിയെ കാണിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഷോയിൽ വരേണ്ട കാര്യമില്ലല്ലോ. അതെ, ഇപ്പം പുള്ളിക്കാരി ബിഗ് ബോസിൽ വന്നില്ലെങ്കിൽ അവർ വീട്ടിൽ TV ഓണാക്കായിരുന്നാൽ മതി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നാൽ മതി, കാണത്തില്ല. ഇനി അതല്ല, പുള്ളിക്കാരി ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും അല്ലേ മോൻ വന്നിട്ട് ബിഗ് ബോസ് ഇട്ട് നോക്കും, അല്ലെങ്കിൽ മോന്റെ ഫ്രണ്ട്സ് കാണും, ഫ്രണ്ട്സ് പറയും. അത്ര ബുദ്ധിമുട്ടുള്ളവർ അല്ല. പിന്നെ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് എങ്ങാണ്ടാണ് ലക്ഷ്മിയുടെ കുട്ടിക്കുള്ളത്. ആ 4 വയസ്സുള്ള കുട്ടിക്ക് ഈ ആദിലയുടെ നൂറയുടെ എന്ത് കണ്ടിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. കാരണം ആ രീതിയിൽ അവരവിടെ ഒന്നും കാണിക്കുന്ന എടുക്കുന്നൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഇതെന്താണ് അമ്മേ എന്ന് ചോദിക്കേണ്ട രീതിയിലായിട്ടുള്ളൊരു സംഭവം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, എന്തായാലും ഇത്രയും സീസണുകളിലെല്ലാം ഇതേ കണക്ക് ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എല്ലാ ആൾക്കാരെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇത്തവണ ഉണ്ടായേക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കാട്ടോ എന്ന്. അതെ. പിന്നെ ഒണിയലിന്റെ വിഷയം ഇന്ന് സംസാരിച്ചിട്ടില്ല, അത് നാളത്തേക്കാണ് വെച്ചേക്കുന്നത്. അപ്പൊ നാളെയും ലക്ഷ്മി ഫ്രൈ ഉണ്ട് എന്നുള്ളതാണ്. ഫ്രൈ ഉണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡ് ഇതേപോലെ തന്നെ ആയിരിക്കും, നല്ല കിട്ടും. എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും ടാസ്ക് നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളോടാണ് പറഞ്ഞത്. എന്നിട്ട് ഈ ഒരു ആഴ്ചത്തെ വീഡിയോ റീക്യാപ്പ് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ ഹാപ്പനിങ്സ് ആണ് കാണിച്ചത്. അപ്പൊ അതില് ലക്ഷ്മി സോറി പറയുന്നുണ്ട്. അതായത് ലക്ഷ്മി ഒണിയലിനോട് വന്നിട്ട് സോറി പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയതാന്ന് പറഞ്ഞ സോറി പറയുമ്പോൾ ഒണിയൽ പറയുന്നുണ്ട് ഒരിക്കലും അപ്പോളജൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ജഡ്ജ്മെന്റൽ പേഴ്സൺ ആണ് നിങ്ങൾ. അപ്പോളജി ഒന്നിനും ഒരു കാര്യമില്ല. ഈ കാര്യം ഞാൻ അവിടെ തെളിയിക്കും. 42 ഇയേഴ്സ് ആയിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ കുറേ ഗേൾസിൻ്റെ അടുത്തും ലേഡീസിൻ്റെ അടുത്തും ഒക്കെ നിന്നിട്ടുള്ളതാണ്, പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒണിയൽ ലക്ഷ്മിയോട് പറയുന്നുണ്ട് കേട്ടോ. അതെ, എന്തായാലും ലക്ഷ്മിക്ക് ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരും എന്നറിയാൻ നിർത്തി പൊരിക്കുന്നു നന്നായിട്ട് അറിയാം. പണി പാളിന്നിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സോറി സ്ട്രാറ്റജി ആയിട്ട് ആള് ഇറങ്ങിയത്. പക്ഷേ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഒനിലിൻ്റെ അടുത്ത് പറയുന്നത് പറഞ്ഞാൽ ഞാൻ ജഡ്ജ്മെന്റലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, അതിനാണ് പറഞ്ഞേക്കുന്നത് സോറി. പക്ഷെ അക്സെപ്റ്റ് ചെയ്തില്ല ഒനിയിൽ. അപ്പൊ ഇതേപോലെ തന്നെ അക്ബറിനോട് വന്നിട്ട് ലക്ഷ്മി പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാഗത്ത് തെറ്റ് ഞാൻ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ലക്ഷ്മി കാണാത്തൊരു കാര്യമാണത്, അതിനെ പറ്റിയിട്ടാണ് ലക്ഷ്മി പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി പറഞ്ഞു ഒരു ഗെയിം പ്ലാനോ ഞാനും മസാനയും തമ്മിലുള്ള ഗെയിം പ്ലാനോ ഒന്നും അല്ലാതെ എൻ്റെ ഒരു ഇമോഷണലി കൺട്രോൾ കൈവിട്ടത് കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു ബേസ്റ്റ് ആയിപ്പോയി, അത് അല്ലാതെ ഞങ്ങൾക്ക് ഇതൊരു ഗെയിം പ്ലാനോ കാര്യങ്ങളോ അല്ലെന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇത് ഗെയിം അല്ല എന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇത് അങ്ങനെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് ഫുള്ള് ഗെയിം തന്നെ. അതെ. അപ്പൊ ലക്ഷ്മി അവിടെ അക്ബറിനോട് പറയുന്നുണ്ട് എനിക്ക് ആദില നൂറയുടെ റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു സംഭവം നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അക്ബറിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബിന്നിയും ആര്യനും എല്ലാം കൂടെ കിച്ചണിൽ നിന്നിട്ട് ചെറിയൊരു വഴക്ക്, അതായത് ഗിസേൽ എന്തോ ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഗിസേൽ ഇപ്പോൾ പറ്റില്ലെന്ന് അങ്ങാണ്ട് പിന്നീട് പറഞ്ഞു. അപ്പോൾ ആര്യം വന്നത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഉടനെ ഗിസേലിന്റെ ഹെൽപ്പർ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ബിന്നി പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു വഴക്ക് അതിന്റെ പേരിൽ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇത് ഗെയിം കളിക്കാൻ വന്നതാ, കുടുംബം കൂട്ടാനൊന്നും വന്നതല്ല. രണ്ടും കൊണ്ടുപോകണം, രണ്ടും ഉള്ളത് തന്നെ ബിഗ് ബോസ്. അപ്പം അത് പറഞ്ഞതല്ല ശരിയായിട്ടുള്ള കാര്യം. അതെ, ആര്യൻ സത്യം പറഞ്ഞാൽ ആര്യന്റെ ഒരു ഗെയിം അവിടെ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത്. മറന്ന ആള്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയും മസ്താനിയും കൂടെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ സോറി പറഞ്ഞത് ആൾ അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വെച്ചിട്ടല്ല, ഞാൻ എടുത്തു, അതിന്റെ പേരിലാണ് ഞാൻ സോറി പറഞ്ഞത്. നീയും പിന്നെ ക്ലിയർ ഷാട്ട് ഒന്നും അയാൾക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മസ്താനി പറയുന്നുണ്ട് ഇല്ല എന്ന്. പിന്നെ ലക്ഷ്മി പറയുന്നത് ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിമാണ്, അതായത് ഗെയിം ആയിട്ടും കൂടാണ് ലക്ഷ്മി എടുത്തതെന്ന് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് കേട്ടോ ഒണിയലിന്റെ കാര്യം.
അപ്പോൾ അതിനുശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അനുവും അതിലേക്ക് വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്, നെവിൻ തക്കാളി ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇതൊക്കെ എന്തിനാ ഈ വെണ്ടയ്ക്കൊക്കെ എന്തിനാ ഒളിപ്പിച്ച് വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് കട്ടിലിന്റെ അടി വെച്ച് വല്ല തോരൻ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലാച്ചെ കാണാഞ്ഞിട്ട് അനുവിന്റെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ ഗെയിമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നൂറ് എണീറ്റിട്ട് പറയുന്നുണ്ട് ആദ്യമേ തന്നെ മനസ്സിലായി, അവർക്കത് മനസ്സിലായി, അവരൊരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പോണില്ല എന്ന് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലായിരുന്നോ ഇമ്മ്യൂണിറ്റി പവർ പോകുമെന്നുള്ളത് അവർക്ക് മനസ്സിലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അക്ബർ എണീറ്റ് പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ ഇത് പറഞ്ഞ കാര്യം കേട്ടോ, അതായത് നൂറയ്ക്ക് ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി ആണ് പ്രധാനം, ടൈമിനുള്ളിൽ അത് തീർത്ത് തരണം എന്ന് പറഞ്ഞ് വെപ്രാളം വരുമ്പോഴേ ഇവർക്ക് കാര്യം മനസ്സിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ എങ്ങനെയെങ്കിലും സാലറി കിട്ടാതിരിക്കണേന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. അപ്പോൾ സെക്കൻഡ് ഡേ അത് വെച്ചിട്ട് സമരം ഉണ്ടാക്കാമല്ലോ, അപ്പോൾ കൂടുതലും ലാഗ് ആക്കാമല്ലോ എന്നായിരുന്നു ഒരു ഇതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസ് സെയിം ഡയലോഗ് തന്നെ പറയുന്നത്, ഓണറും അസിസ്റ്റൻറ്റും വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ടൈമിൽ ഓണറിനെ ഒട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതുമില്ല, എന്നാൽ നമ്മുടെ നേതാവിന്റെ കൂടെ ഞാൻ നിൽക്കുകയും ചെയ്തു. ഇത് എന്തൊക്കെ ഗെയിമാണോ? അല്ല, ആൾക്ക് എവിടെ നിക്കണോന്ന് ഒരു ഐഡിയയും കിട്ടാത്ത ഒരു രീതിയിൽ ഇരിക്കുക. ഇപ്പൊ ഗോൾഡ് കോയിൻ കിട്ടിയാലും കൊടുക്കണോ വേണ്ടയോ എന്നത് ഈ സീസൺ അങ്ങനെ ആയതുകൊണ്ട് ആൾക്ക് ഒരു ഡൗട്ട് ചെയ്യിക്കുക എന്തായാലും. അപ്പോ അതിൽ എണീറ്റിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ആദ്യമേ ഞങ്ങൾക്ക് കോയിൻ തന്നില്ല, ഞങ്ങളുടെ ഗെയിം കണ്ടിട്ട് 100 കോയിൻ തന്നില്ല, പിന്നെ ഇവരെല്ലാരും കൂടെ പറഞ്ഞിട്ടാണ് കോയിൻ തന്നത്, അതിന്റെ ഒരു ചെറിയ പരാതി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, അത് പിന്നെ മാറിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ടാസ്ക് അനുസരിച്ച് നമ്മുടെ നേതാവ് എന്താണോ പറയുന്നത് അത് കേൾക്കണോന്നാണെന്ന് പറഞ്ഞത്, അതിലത് ചെയ്തിരുന്നോന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ചെയ്തില്ല, അതിലെ ചെയ്തത് മൊത്തം 100 പറഞ്ഞതനുസരിച്ച് 100യുടെ പവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇവർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു, അതായിരിക്കും ലാലേട്ടൻ എടുത്ത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചത്. അതെ, അപ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ മസ്താനി അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്യാൻ വന്ന ടൈമിൽ നിങ്ങൾ അകത്തുള്ളവരൊക്കെ തന്നെ എല്ലാം എടുത്തിട്ട് പോകാൻ പറഞ്ഞിരുന്നു, അവിടെ കുറച്ച് കളവൊക്കെ നടന്നല്ലോ എന്ന് പറയുമ്പോൾ മസ്താനി പറയുന്നുണ്ട്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ലാഗ് ആക്കണം, ചെയ്ത് തീർക്കരുത് എന്നുള്ളൊരു ഇതായിരുന്നു, അതിൻ്റെ പേരിലാണ് അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും ലാഗ് ആക്കുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട് 3rd ഡേ ജസ്റ്റ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നതാന്ന് പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നത് എനിക്ക് ഫസ്റ്റ് ഡേ ഗെയിം മനസ്സിലാക്കില്ല, സെക്കൻഡ് ഡേ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി, 3rd ഡേ ഇവർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നന്നായിട്ട് മനസ്സിലായി, അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുമായിരുന്നെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒണിയിലായിരുന്നു പറഞ്ഞത്, അതായത് ഒണിയലിൻ്റെ ഒരു തലയിലാണ് കേട്ടോ ഇത് ആദ്യം ഉദിച്ചത്. അപ്പോൾ ഒണിയിൽ പറയുന്നുണ്ട് ഇത് നമുക്ക് ഈ എല്ലാ ഹിൻഡും, അതായത് നൂറയുടെ കയ്യിൽ 2 ബ്ലാക്ക് കോയിൻ ഇരിക്കുന്നു, പിന്നെ നേതാവിന് തീരുമാനിക്കാം, അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നേതാവ് നമ്മുടെ കൂടെ ഉണ്ട്, അപ്പൊ നേതാവിന് ജോലി ചെയ്യുന്ന തീരുമാനിക്കാം, എല്ലാം കൂടെ നമ്മൾ ഹിൻഡ് എല്ലാം കൂടെ വെച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഡിസഡ്വാൻറ്റേജ് കാണുന്നുണ്ട്, അപ്പൊ അത് വെച്ച് ഗെയിം കളിക്കാന്ന് ആൾക്ക് മനസ്സിലായി, അങ്ങനെയാണ് ഒനിയിൽ അങ്ങനെയുള്ള പ്ലാനൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും ഇത് സാധാരണ ഒരു ഗെയിമായിട്ട് പോവുകയായിരുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ കോയിൻ എടുക്കുക, കോയിൻ വാങ്ങുക, കോയിൻ വാങ്ങാനുള്ള ജോലി ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പണിപ്പുരയിൽ പോവുക, അങ്ങനെ ഒരു രീതിയിൽ ഇത് കഴിഞ്ഞേനെ. പക്ഷെ ഇത് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കിയതിൽ വളരെ നന്നായിട്ടുണ്ട്, നല്ല രസം. അതായത് ഓരോരുത്തരും വിളിച്ച് ലാലേട്ടൻ ചോദിക്കുന്നത് തന്നെ ഓരോരോ ഗെയിം പ്ലാനുകൾ ഇവരിട്ടത് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വിളിച്ച് ചോദിക്കുന്നത്. ബിഗ് ബോസിൽ ഒരു ഗെയിം എങ്ങനെ ഗെയിം കളിച്ച് രസകരമാക്കാമെന്ന് ഇവരെയും കൂടി മനസ്സിലാക്കുക, അതേപോലെ പ്രേക്ഷകരെയും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. കാര്യം പ്രേക്ഷകരിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഗെയിം എന്തോന്ന് കൂടി അറിയത്തില്ല. ഒരു ഗെയിം വന്നു കഴിഞ്ഞാൽ ഇവർ ഗെയിം കളിക്കുമ്പോൾ ആളുകൾ അതിനെതിരെ കുറ്റം പറയുക, ഇതെന്തൊരു ഗെയിം, ഇങ്ങനെയാണോ, നല്ലോണം ഗോൾഡ് കോയിൻ മേടിച്ച് ഇല്ലേ പർച്ചേസ് ചെയ്ത് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്നൊക്കെ. ബിഗ് ബോസ് ഗെയിം ഒരിക്കലും അങ്ങനെയല്ല, ഇച്ചിരി മൈൻഡ് ഗെയിമും കൂടിയുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ബഹളം ഉണ്ടാക്കാതെ നമുക്ക് സമരം ചെയ്യാം, പിന്നെ എന്തായാലും ലക്ഷറി ബഡ്ജറ്റ് പോലും വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഗെയിം കളിച്ചത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആദിലയും ഷാനവാസും കിട്ടിയ കോയിൻ കൊടുത്തിട്ടില്ല, ലക്ഷറി ബഡ്ജറ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ഞങ്ങൾക്ക് തീരെ വിശ്വാസം ഇല്ലാന്ന് കേട്ടോ. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ അങ്ങാണ്ട് ലക്ഷറി ബഡ്ജറ്റ് തരാത്തവർക്ക് ഫുഡ് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഗോൾഡ് കോയിൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും റിസ്ക് ഒന്നുമില്ല. അതായത് ആര്യൻ പറയുന്നത്
അന്ന് 1000 points മുടി വെട്ടണമെന്ന് പറഞ്ഞാൽ റിസ്ക് ആണല്ലോ. അതേപോലെ ഒരു പ്രശ്നം ഇല്ലല്ലോ ഈ ഗോൾഡ് കോയിൻ കൊടുക്കുന്നതിന്. അപ്പൊ ഗോൾഡ് കോയിൻ കൊടുക്കുന്നത് റിസ്ക് ഒന്നും ഇല്ലാത്ത കാര്യമാണ്. ആർക്കും പറയാൻ പറ്റും അങ്ങനെ നന്നായി വന്നോ ഇല്ലയോ എന്ന് നോക്കാം. പിന്നെ കൊടുക്കാതിരുന്നിട്ട് ചിക്കനൊക്കെ വന്നത് അടിച്ച് കയറ്റുന്നുണ്ടായിരുന്നു പറഞ്ഞ് എന്തൊക്കെയോ ആരെയും പറയാം. ചിക്കനൊക്കെ വന്നിട്ട് നല്ലോണം അടിച്ചു കയറ്റി നിന്നിട്ട്. അതെ, എന്തിന് ചെറുക്കനാണോ. അതെ. എന്നിട്ട് അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞു എന്തായാലും സർക്കസും വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഷാനവാസ് എന്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു സർക്കസ് ഒട്ടും കൊള്ളൂലായിരുന്നു, അതുകൊണ്ടാണ് കോയിൻ കൊടുക്കാത്തതെന്ന്. ലാലേട്ടൻ പറയുന്നുണ്ട് സർക്കസ് വളരെ നന്നായിരുന്നു. എന്നിട്ട് റെനയോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് ആനയുടെ സൗണ്ട് ഒന്നും പറഞ്ഞ റെന ആടിന്റെ സൗണ്ട് ആണല്ലോ. അതെ, റെന പറയാ ഞാനത് ആടിനും ആനയ്ക്കും കൂടെ ഉണ്ടായ ഹൈബ്രിഡ് ആനയാണ്, അത് ആ ഒരു സൗണ്ട്. അപ്പൊ എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് എന്താ ഫസ്റ്റ്, അതായത് ഇതിന് അടുത്ത സംഭവം നമ്മുടെ സംഭവത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള. അപ്പൊ അക്ബറിനോട് ചോദിക്കുന്നത് എന്താ അക്ബർ ഫസ്റ്റ് ഡേ എന്തായിരുന്നു പ്രശ്നം, ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അക്ബർ പറയുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് ലക്ഷ്മിക്ക് ജോബ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറഞ്ഞിരുന്നു. അപ്പൊ ലക്ഷ്മി പറയുന്ന അവിടുത്തെ ജോബൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വഴക്കൊക്കെ ഇട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു വഴക്കുണ്ടായി. അപ്പം നിന്റെ കയ്യിൽ ഞാൻ പിടിച്ചോ, നിന്റെ മടിയിൽ കയറിയിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ വളരെ ബാഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ അത് കാഷ്വൽ ടോക്ക് ആയിട്ട് അങ്ങ് എടുത്താൽ പോരെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കുറുമ്പടം ഇട്ട് കാണിക്കുന്നുണ്ട്, അതായത് ആ വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ വഴക്കും അക്ബറിന്റെ വഴക്കും നമ്മുടെ ലക്ഷ്മി ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത്, അതായത് നിന്റെയൊക്കെ കുടുംബത്ത് കയറ്റാൻ കൂടി കൊള്ളാത്ത ആളുകളെ വെച്ച് കമ്പയർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതേപോലെ അത് തന്നെ ജോലി ഇല്ലേ, ജോലി എന്തോ ജോലി ചെയ്യാത്ത ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞുണ്ടായ ആ ഒരു ഇഷ്യൂ ഉണ്ട്. അത് മൊത്തം വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോ കട്ട് ചെയ്യുന്ന ലാലേട്ടൻ നല്ല ദേഷ്യത്തിൽ നല്ല റേസ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത ആരെയാണ് ഉദ്ദേശിച്ചത്, ആരെ ഉദ്ദേശിച്ചത്. അപ്പം ലക്ഷ്മി കടന്ന് പരതി കളിക്കുന്നുണ്ട്, ആരെയാന്ന് പേര് പറയാൻ മടി. ഇത്രയും കടന്ന് ഒച്ചത്തിൽ സംസാരിക്കുക, ഇത്ര സ്റ്റാൻഡ് ഉറക്കെ നല്ല സ്ട്രോങ് ആയിട്ട് പറയാമെങ്കിൽ പിന്നെ അത് പറയണം. അതായത് ലാലേട്ടൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ വളരെ മാന്യമായാണോ സംസാരിച്ചത്, ആരെയാ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ, നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞല്ലോ, അത് ആരെയാണ്? ഞങ്ങൾക്ക് ഒരുപാട് ഇമെയിൽസും മെസ്സേജസും കോളുകളും ഇതിന്റെ പേരിൽ വരുന്നുണ്ട്. അവിടെ ഇരുന്ന ആൾക്കാർ അത് മനസ്സിലായില്ല, ആർക്കും അത് മനസ്സിലായിട്ടുമില്ല, ആരും അതിനിട്ട് പ്രതികരിച്ചുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമകരമായ സംഭവം. വളരെ മോശമാണ്, ആരും പ്രതികരിച്ചില്ല എന്നത് ഓർക്കുമ്പോൾ വളരെ മോശമാണെന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിലാഷ് ഇത് പറയുന്നുണ്ട്, അത് ആദിലെ നൂറയെ പറ്റി പറഞ്ഞെന്ന് ഇപ്പോഴാണ് അത് മനസ്സിലായത്. അതായത് ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരെ പറ്റിയാ പറഞ്ഞ, ആരെ പറ്റിയാണ് നിങ്ങൾ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, ഇവളുമാരെ ഒന്നും വീട്ടിൽ ഇവന്മാരുടെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് ആരെയാണ് എന്ന് നോക്കുമ്പോൾ ലക്ഷ്മി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോഴാണ് അഭിലാഷിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇതാരെയാ പറഞ്ഞെന്ന് മനസ്സിലായോ നോക്കുമ്പോൾ അഭിലാഷ് പറഞ്ഞു ആദിലെ നൂറെ പറഞ്ഞെന്നുള്ളത് കാര്യം. ലക്ഷ്മി ആകെ വണ്ടറടിച്ചിരിക്കുക. കാര്യം ഈ ഒരു ടോപ്പിക് എടുത്ത് ഇടുമെന്ന് ലക്ഷ്മി വിചാരിച്ചല്ലോ. ലക്ഷ്മി വിചാരിച്ച ഒനിയലിന്റെ ടോപ്പിക്കായിട്ട് ഈ മസ്താനിയും ലക്ഷ്മിയും നല്ല പ്രിപ്പയർ ആയിട്ടിരുന്നേ അല്ലേ, ലൈവ് മൊത്തം നല്ല പ്രിപ്പയർ ആയിട്ടിരുന്നതും അതിനാ ഈ സോറി നാടകമൊക്കെ നടന്നത്. പക്ഷെ ഇതങ്ങ് ചോദിക്കുന്നു വിചാരിച്ചു. അപ്പോഴത്തേക്ക് മസ്താനി അടുത്ത് നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്താ മസ്താനി നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? മസ്താനി പറഞ്ഞു ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ വിളിച്ച കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഈ പറഞ്ഞ കാര്യമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നൂറ് പറയുന്നുണ്ട് ഫാക്ടറിയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ മസ്താനി വന്നിട്ട് ആദ്യം നീ പോയി നിന്നെ മാറ്റിയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മസ്താനി ഞാനത് അതല്ല ഉദ്ദേശിച്ചത്, ടാസ്കിന്റെ ഇത് മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞെന്നൊക്കെ മസ്താനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അക്ബർ നിങ്ങളോട് പറഞ്ഞ നിഞ്ചയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന്, എന്നിട്ട് എന്താ പ്രതികരിക്കാതിരുന്നെന്ന് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ സെയിം കാര്യം, ആ ടൈമിൽ ആ ടാസ്ക് വിട്ട് വരുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളിലും ആ ഒരു പ്രഷറിലൊക്കെ ഇരുന്നതുകൊണ്ട് ലക്ഷ്മി പറയുന്നത് കൂടുതലും അവോയ്ഡ് ചെയ്ത് വിടുമായിരുന്നു. അപ്പൊ അത് ശ്രദ്ധിച്ചില്ല എന്നാണ് അക്ബർ പറയുന്നത്. ആരും അത് മൈൻഡിലോട്ട് എടുത്തില്ല, എല്ലാവരും വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലായിടത്തും കിളി പോയിരിക്കുകയായിരുന്നു. ഒണിയലിനോട് ചോദിക്കുമ്പോൾ ഒണിയൽ പറഞ്ഞാൽ ഞാനിത് ഇപ്പോഴാണ് കേൾക്കുന്നത്, നമ്മളതൊന്ന് മനസ്സിലായത് പോലും ഇല്ല നമുക്ക് എന്നുള്ളത് ഒണിയൽ പറഞ്ഞപ്പോൾ ലക്ഷ്മി എന്താണ് പറയാനുള്ളത്, ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് എന്താന്ന് നോക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ലൈഫ് ഇത്ര നോർമലൈസ് ചെയ്ത് കാണിക്കുന്നത് ഞാൻ യോജിക്കുന്നില്ല, എനിക്ക് പേഴ്സണലി വിരോധമാണ് എന്നാണ് ലക്ഷ്മി പറയുന്നത് കേട്ടോ. അതെ നോർമലൈസ് ചെയ്ത് കാണിക്കുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോന്ന് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല കേട്ടോ ഇതുവരെ.
എന്ത് നോർമൽ അവർ ഇവിടെയൊക്കെ ഉള്ള ചുറ്റുപാടുകളിലൊക്കെ ജീവിക്കുന്നവർ തന്നെ നമ്മുടെ കൂടെയൊക്കെ ഉള്ളവർ തന്നെയാണ്. പണ്ടത്തെ പോലെ അടിച്ചു കൂട്ടിച്ച് ഇല്ലേ പണ്ട് കോയമ്പത്തൂരും മദ്രാസിലും അവിടെയൊക്കെ പോകുന്ന കണക്ക രീതികളൊന്നുമല്ല ഇന്നത്തെ. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നത് എന്ത് വിയോജിപ്പാണ്, നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു വിയോജിപ്പും ഇല്ല, ഞങ്ങളുടെ ആരുടെയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ എന്തർത്ഥത്തിലാണ്? ഞങ്ങളൊക്കെ വീട്ടിൽ വന്നാൽ എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും, എല്ലാവരും കയറ്റും. ഇപ്പൊ ഈ വെളിയിൽ നിന്നൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഇത്ര മോശമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് നോക്കുമ്പം ആദില പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴാ പ്രോപ്പർലി ഇത് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ടാസ്ക് കഴിഞ്ഞ് വന്ന ഒരു എന്താ പറയുക പ്രഷറിൽ ഇരുന്നായിരുന്നു, ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഇരുന്നായിരുന്നു. അതായത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഈ ആദില എന്ന് പറയുന്ന ആള് നൂറയ്ക്ക് വേണ്ടിയിട്ട് കുറെ ഫൈറ്റ് ചെയ്ത് കോടതിയിൽ കേസൊക്കെ ആയിട്ടാണ് നൂറെ വിട്ട് കിട്ടിയത്. അത് വീട്ടുകാർ ഇങ്ങനെ ഇതറിഞ്ഞതിന് ശേഷം പൂട്ടി വിടാതെയൊക്കെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പോയി വന്ന ഒരാൾ ഇതിനു വേണ്ടി എന്താ പ്രതികരിക്കാത്ത എന്നാണ് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പൊ ആദില പറയുന്നുണ്ട്, മസ്താനി പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ഫാമിലിയിൽ ഒരാൾ ഇതേപോലെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ മാറ്റി നിർത്തും എന്ന് മസ്താനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് പുറത്ത് നിൽക്കുന്നവർക്ക് വന്ന് മാറ്റമില്ല, പ്രശ്നമില്ല എന്നൊക്കെ നിങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇത് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്, ഞങ്ങളുടെ ഈ ഷോയ്ക്ക് തന്നെ എതിരായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതായത് ഈ ഷോയുടെ ഒരു ഫണ്ടമെന്റൽ ഉണ്ട്, അത് അന്നോട്ട് ഇത്രയും സീസൺ ആയിട്ട് ഇത്രയും വരെയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരി വന്നിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോഴത്തേക്കും ഷോയുടെ ഫണ്ടമെന്റൽസും കാര്യങ്ങളും തന്നെ ബാധിക്കുന്ന ഒരു കാര്യം ഇത്ര നാൾ ചെയ്ത ഒരു സീസണില്ലേ എത്ര പേര് വന്നും പോയി ഒന്നില്ലേ. അതായത് ലാലേട്ടൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഉള്ളപ്പോഴാണ് നിങ്ങൾ ഈ പുറത്തുനിന്ന് ഇത് കണ്ടിട്ട് വന്നത്. അപ്പൊ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി ബുദ്ധിമുട്ടുള്ളവർക്ക് ഷോയിൽ തുടരണ്ട, പോണോന്നുണ്ടെങ്കിൽ പോവാം. അതെ അതെ, ഈ സ്റ്റാൻഡിൽ ഇറങ്ങി പോണായിരുന്നു, എന്നിട്ടും പോയിട്ടൊന്നും ഇല്ല ആള് നിപ്പുണ്ട്. മോൻ ഇത് കാണുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരല്ല പറഞ്ഞത്, ഞാൻ ഒരു അമ്മയാണ്, എൻ്റെ മോൻ ഈ ഷോ കാണുന്നതാണ്. ഇത് ഏജിലുള്ള കുട്ടികൾക്ക്, അതായത് ഇത്ര ഏജിലുള്ള കുട്ടികൾ ഇത് കാണുന്നതല്ലേ എന്നാണ് ലക്ഷ്മി പറയുന്നത്. അപ്പോൾ നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞത് നിങ്ങളുടെ മോൻ കാണില്ലേ, അപ്പോൾ അതിലെന്നാ മോശമല്ലേ എന്ന് നോക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അത് മോശമാണ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇതിൽ ഉറച്ചു നിൽക്കുകയാണോ നോക്കുമ്പോൾ ലക്ഷ്മി പറയുന്നത്, എനിക്ക് ഈ ഒരു സംഭവം നോർമലൈസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പിന്നെ അത് മാത്രമല്ല, പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾ പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുമ്പം ആദില അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ കൊന്നു കളയുന്ന ആദില പറയുന്നുണ്ട് കേട്ടോ. അത് വളരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ, അത് നമ്മുടെ കൂടെയുള്ള ഒരു സഹജീവി തന്നെയാണ്. ഒരു മനുഷ്യനായിട്ട് പരിഗണിച്ചാൽ മതി, അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോളൂ, അത് ചെയ്താൽ മതി. അപ്പോ അക്ബറിനോട് ചോദിക്കുന്നത്, ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാല്ലേ? ആ ടൈമിൽ ഞാനത് കേട്ടില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, ഈ ടൈമിൽ കേട്ടല്ലോ, ഈ ടൈമിൽ പ്രതികരിക്കൂ. അപ്പൊ അക്ബർ ആന്റിയൊക്കെ വെറും കച്ചറ സ്വഭാവമാണ് ലാലേട്ടൻ, നമ്മൾ എത്ര പറഞ്ഞിട്ട് ലക്ഷ്മിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അക്ബർ പറയുന്നുണ്ട് കേട്ടോ. അതെ, അപ്പോൾ ആദില പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്ത് ആ ഒരു കാറ്റഗറിയിലുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് ഈ മസ്താനിയും ലക്ഷ്മിയും പറയുന്നത്. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആദിലയാണെങ്കിലും നൂറയാണെങ്കിലും ഇത് കണ്ട് വളർന്ന് വന്ന് ഇൻഫ്ലുവൻസ് ആയവരല്ല. അവർക്ക് അവരുടെ ഒരു പ്രായം എത്തി. ഇപ്പോൾ ആദില പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നൂറയെ കണ്ട ടൈമിലാണ് ആദിലയ്ക്ക് ഈ ഒരു സംഭവം ഇങ്ങനെയാണ് എന്നുള്ള ഒരു ഇഷ്ടം തോന്നി മനസ്സിലായത്. അപ്പോൾ അത് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ടൈം ആവുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളോട് നമുക്ക്, അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരാളോട് നമുക്കൊരു ഇഷ്ടം തോന്നുമ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു സെക്ഷുവാലിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ വേറൊന്നും അല്ല. അപ്പം നമ്മളെ കണ്ട ആരും ഇൻഫ്ലുവൻസ് ആവത്തില്ല എന്നാണ് നമ്മുടെ ആദില പറയുന്നത് കേട്ടോ. അപ്പോൾ ലക്ഷ്മി അപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്, എൻ്റെ കാഴ്ചപ്പാടാണത്, അതിൽ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ഇത്രയും വെളിയിൽ UK-ലൊക്കെ പോയി ജോലി ചെയ്യുന്നു, അവിടെ താമസിക്കുന്നു, ഇത്രയും പരിചയം, ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇതെങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു എന്നാണ് ലാലേട്ടൻ നല്ല രീതിക്ക് ചോദിക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ നമ്മൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ കേച്ചോ? ലക്ഷ്മി പറയൂ. അപ്പൊ ലക്ഷ്മി പറയുന്നു, ഇല്ല കേച്ചില്ല. അപ്പോഴത്തേക്ക് അക്ബർ അവിടുത്തെ കാലിതുള്ളി വന്നിട്ട് പറഞ്ഞാൽ, നിന്റെയൊക്കെ വീട്ടിൽ ആര് വരുന്നത്? നിന്റെ വിചാരം നിന്റെ പറച്ചിലേട്ടാ തോന്നുന്നു, നിന്റെ പുറകെ ഞങ്ങളെല്ലാം നടക്കുന്നത്, എന്തോ വലിയ കുടുംബമാണെന്ന് തോന്നുന്നു, എല്ലാരും വിളിച്ച് കേറ്റാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ്.
എന്താ ലാലേട്ടൻ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ കയറ്റു എന്ന് പറയുന്നത്, എന്റെ കുടുംബത്തിൽ. അപ്പൊ അപ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നുണ്ട് അക്ബറിന്റെ വീട്ടിൽ പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ കേട്ടോ. അപ്പൊ ലക്ഷ്മി പറയുന്നു ഇല്ല. അപ്പം ലാലേട്ടൻ പറയുന്നത് ഞങ്ങളും കേട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെയാണോ ഒരു ഷോ കാണുന്നേ, വളരെ മോശമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, ഈ ഷോ കണ്ടിട്ട് ഇങ്ങനെ ആവുന്നവരുണ്ടെന്നൊക്കെ പറയുന്നത് എന്തൊരു മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അക്ബർ പറയുന്നുണ്ട് ലക്ഷ്മി ഉള്ള കാര്യമല്ല, ലക്ഷ്മിയുടെ മോൻ, അതായത് ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ മോൻ ഇത് കണ്ടിട്ട് കാണും എന്നാണെന്ന് പറയുന്നത്. അപ്പം ലക്ഷ്മി ഈ മാറി നിൽക്കുന്നത് തന്നെ ഏറ്റവും മോന് നല്ലതെന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത്. ലക്ഷ്മി അതിലും മാറിയിരിക്കുന്ന ഏറ്റവും മോൻ നല്ല രീതിക്ക് വളരും എന്നാണ് അക്ബർ പറയുന്ന ആ സമയത്തൊന്നും ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ, അതായത് ലക്ഷ്മി ഒരു വേർഡ് പറഞ്ഞല്ലോ, ഈ ലക്ഷ്മി ജോലിയും കൂലി ഇല്ലാതെ നിൽക്കുന്നവരാണെന്നങ്ങാണ്ട് ലക്ഷ്മി പറഞ്ഞല്ലോ. അപ്പൊ അതിന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അവര് വിപ്രോയിലാണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ സ്വന്തം കാശിനാണ് അവർ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നത് എനിക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടന് ദേഷ്യമായിട്ടോ. അപ്പൊ ലാലേട്ടൻ ചോദിക്കും അപ്പൊ നിങ്ങൾ പറ, ലക്ഷ്മി പറ എന്താ ചെയ്യണ്ടേ, ഞങ്ങള് എന്താ ഷോയിൽ നിന്ന് ഇറക്കി വിടണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെ, ഷോയിൽ നിന്ന് പുറത്താക്കണോ, എന്താ വേണ്ടത് നിങ്ങൾ പറയുന്ന പറയുമ്പോൾ നെവിൻ ഉടനെ എണീച്ചിട്ട് പറയുന്നുണ്ട് ഈ പറയുന്നത് ഞാനൊട്ടും യോജിക്കുന്നില്ല, നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്, നമ്മുടെ സെക്ഷുവാലിറ്റി റിവീൽ ചെയ്യാന്നുള്ളത് നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. അത് താല്പര്യം ഉണ്ടെങ്കിൽ റിവീൽ ചെയ്യാം, താല്പര്യം ഇല്ലെങ്കിൽ റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതിനെക്കുറിച്ച് ആരും ബോധപ്പെടേണ്ട കാര്യം ഇവിടെ ഇല്ല, അത് നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട് ഞാനിവിടെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നാലും എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ലൈഫ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇന്റർവെൽ ആയി ലാലേട്ടൻ ഒന്ന് പോയിട്ട് ഉണ്ടെങ്കിൽ പോയി എല്ലാണോ കൂടെ എടുത്ത് ലക്ഷ്മി പൊരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ അത്രയും ദേഷ്യം, ആരും ഇത് കണ്ടിട്ടില്ലല്ലോ, എല്ലാവരും ആ വീഡിയോ ഇട്ടപ്പോഴാണ് കണ്ടത്. നമുക്ക് എന്തോ അത് തോന്നി, അതേപോലെ തന്നെ അവർക്കും തോന്നിയിട്ടുണ്ട്. എന്തായാലും നല്ല രീതിക്ക് ലക്ഷ്മിക്കിട്ട് കൊട്ടു കൊടുക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ പ്ലാനിങ് അല്ല, എത്ര കൊട്ടു കൊടുത്താലും ലക്ഷ്മി ആ ഒരു ഇതിൽ തന്നെ സിക്കോൺ ചെയ്ത് നിൽക്കാൻ തെറ്റില്ല. കാര്യം ഒരു സമൂഹത്തെ പല ചിന്താഗതിക്കാരുണ്ട്, അത് അഭിപ്രായം പറയുന്നതിന് തെറ്റൊന്നും ഇല്ല. പക്ഷെ എനിക്ക് യോജിപ്പില്ലെങ്കിൽ യോജിപ്പില്ല, അത്രയും പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കുടുംബത്തിൽ കയറ്റാത്തവനാണ്, ജോലിയും കൂലി ഇല്ലാത്തവൻ, ഇതൊന്നും സംസാരിക്കേണ്ട ഒരു കാര്യവും. അതാണ് പേഴ്സണലി അവരുടെ ക്യാരക്ടറിനെ മോശമാക്കുന്ന രീതിയിലാണ് ലക്ഷ്മി സംസാരിച്ചത്. നമുക്കൊരു വ്യക്തിയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചിട്ടോ പറയേണ്ട കാര്യമില്ല. ഒരു കമ്മ്യൂണിറ്റി നമ്മൾ അതിനെതിരായിട്ടാണ്, നമ്മളൊരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ LGBTQ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ആ ഒരു അവരുടെ ഐഡിയോളജി ആയിട്ട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് യോജിക്കാൻ പറ്റുന്നില്ല. അത്രയും പറഞ്ഞത്. കഴിഞ്ഞ തവണ അഭിഷേക് വന്നത് ആ ഒരു കാറ്റഗറിയിലായിരുന്നു. അഭിഷേക് സ്വന്തം അഭിപ്രായം പറഞ്ഞു, അന്നും പറഞ്ഞിട്ട് മറ്റേ അഭിഷേകമായിട്ട് വഴക്കുണ്ടെങ്കിലും അവർ തമ്മിൽ നല്ല കാര്യങ്ങളും അടുപ്പം നല്ല രീതിക്ക് തന്നെ മിണ്ടുകയും എടുക്കുകയും ചെയ്തതാണ്. ഒരിക്കലും പിന്നെ വഴക്കിട്ടപ്പം വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇതേ കണക്ക് സംഭവം ഉണ്ടായി, അന്ന് ഇതേ കണക്ക് തന്നെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു മര്യാദയൊക്കെ പുള്ളിക്കാരൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിലും മോശമായി പോയത്. അതെ, അപ്പൊ എന്തായാലും ലക്ഷ്മി എനിക്ക് അറിഞ്ഞൂടെ, എന്തായാലും ഒരു വെളിയിൽ നിന്നൊക്കെ ഒരു UK നിന്നൊക്കെ വന്ന ഒരാൾക്ക് ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയാണ്. ഇപ്പൊ ഭയങ്കര പ്രോഗ്രസീവായിട്ട് ചിന്തിക്കേണ്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ശരിയാണ്, നമ്മുടെ കുടുംബത്തിൽ ഇതേപോലെ ഒരു അവസ്ഥ വരുമ്പോഴായിരിക്കും നമ്മൾക്ക് അതിന്റെ ഇത് മനസ്സിലാവുന്നത്. എന്ന് വെച്ചിട്ട് പബ്ലിക്കിൽ വന്നിട്ട് രണ്ട് വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അവരെ ഓരോ പേഴ്സൺസിനെ എടുത്ത് വെച്ചിട്ട് സംസാരിക്കേണ്ട കാര്യം ഒരാൾക്കും ഇല്ല. അതിപ്പം ലക്ഷ്മി ആണെങ്കിൽ പോലും ലക്ഷ്മിയെ കുറിച്ച് ഒരാൾ ഈ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവരുടെ പേഴ്സണലി അത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അത് ആലോചിച്ചാൽ മതി. അല്ലാതെ കമ്മ്യൂണിറ്റിക്ക് എതിരെ അത് പല ആൾക്കാരുണ്ടല്ലോ, അനീഷ് സ്ത്രീവിരുദ്ധ അങ്ങനെ എന്തോ പറഞ്ഞാണ് അനീഷ് വന്നത്, ഓർമ്മയുണ്ടോ? അപ്പൊ ആദ്യത്തെ ദിവസം എന്നും പറഞ്ഞ് ഇത് ആരും ചോദ്യം ചെയ്യുകയോ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, അത് ആളുടെ ഒപ്പീനിയനാണ്, ആളുടെ ചിന്താഗതിയാണ്. ഇന്ന് ആദില പറയുന്നുണ്ടായിരുന്നു അനുവിനോട് LGBTQ-നെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അനു പറഞ്ഞത് എനിക്കത് ഇവിടെ പറയാൻ താല്പര്യമില്ല. അത് അതിലെ ഒരു അനുവിന്റെ ഒരു കുറ്റമായിട്ടാണ് പറഞ്ഞത്. എനിക്കത് കുറ്റമായിട്ട് തോന്നില്ല. കാര്യം അത് പുള്ളിക്കാരുടെ ഒപ്പീനിയനാണ്. എനിക്ക് പൊതുസമൂഹത്തിൽ പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് എന്റെ അഭിപ്രായം അത് ചില അഭിപ്രായം നമുക്ക് പൊതുസമൂഹത്തിൽ പറയാൻ താല്പര്യം കാണത്തില്ല, അത് ആ പുള്ളിക്കാരുടെ അഭിപ്രായം. ഇതിപ്പം ഒരു കാര്യം ചിന്തിക്കുന്നത് വെച്ചാൽ ഇവരുടെ ഐഡന്റിറ്റി ഇവർക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെന്ന് നെവിൻ പറഞ്ഞ കണക്ക് തന്നെയല്ലേ തിരിച്ച് അനുവിന്റെ കാര്യത്തിലും. അനുവിന് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ആദിലെടുത്തും നൂറെടുത്താണെങ്കിലും നെവിന്റെ അടുത്താണെങ്കിലും അനു മോശമായ രീതിയിലോ അല്ലെങ്കിൽ ഈ ലക്ഷ്മി വസ്താനിയൊക്കെ കാണിക്കുന്ന രീതിയിൽ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അതൊരു വിഷയമായിട്ട് കണ്ട കാര്യമുള്ളൂ. പക്ഷെ അനു അങ്ങനെയില്ല, ഇവരോടൊക്കെ നല്ല രീതിയിലാണ്, ഇവർ ഫ്രണ്ട്സുമാണ് അനുവായിട്ട്. അപ്പൊ പിന്നെ LGBTQ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ലാലേട്ടൻ തന്നെ പറഞ്ഞു, ചിലപ്പോൾ അത് അറിയാത്തോണ്ടായിരിക്കാം, എല്ലാവർക്കും അതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയണമെന്നില്ലല്ലോ. അപ്പൊ അറിയാത്തൊരു കാര്യം പറയണ്ടെന്ന് കരുതി കാണും, അല്ലെങ്കിൽ ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അനു വിചാരിച്ചാണ് പിന്നെ ഇനി ചിലപ്പോ ചിലപ്പോൾ ഇതൊരു ഗെയിം ആയിട്ടായിരിക്കാം പുള്ളിക്കാരിക്ക്, ചിലപ്പോൾ ഇവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാം. കാര്യം അതിലേക്ക് നോറയോടും താല്പര്യം കാണത്തില്ലായിരിക്കും, ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം കൂടെ നിൽക്കുന്നതും മിണ്ടുന്നതെന്നും തോന്നിക്കാണും ചിലപ്പം, അതായിരിക്കാം. എന്തായാലും അതിൽ ഇപ്പം അനുവിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അതെ, അത് എനിക്കും മോശമായിട്ട് തോന്നിയിട്ടോ. കാരണം അതൊരു മോശം എന്നുള്ള രീതിയിലാണ് അനുവിനെ പറ്റി പറഞ്ഞത്. എനിക്ക് അതിൽ അനുവിന്റെ സപ്പോർട്ട്. അതിപ്പോ ഞാനാണെങ്കിലും ഇപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്റെ മാത്രം കാര്യമാണ്. അത് ഞാൻ മറ്റുള്ളവർക്ക് അത് പറയേണ്ട കാര്യമില്ല. അവരോട് മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ അവരെ വ്യക്തിഹത്യ ചെയ്യാത്തിടത്തോളം കാലം അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. അതെ അതെ, ഇതിപ്പം ലക്ഷ്മി വന്നിട്ട് എനിക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് യോജിപ്പില്ല എന്ന് മാത്രം പറഞ്ഞാൽ ആരും ഇവിടെ ചോദ്യം ചെയ്യാനും പറയത്തില്ല, വഴക്കിടാനും വരത്തില്ല, ഒന്നിനും വരത്തില്ലായിരുന്നു. പക്ഷെ അത് മോശമായി പോയതിന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ ചോദ്യം ചെയ്തത്. അല്ല, അഭിഷേക് പറഞ്ഞ പോലെ എനിക്ക് കമ്മ്യൂണിറ്റിക്ക് എതിരാണ് ഞാൻ എന്ന് പറഞ്ഞാൽ കൂടി ഓക്കെയാണ്. പക്ഷെ അതല്ലാതെ ഇങ്ങനെയല്ല അങ്ങനല്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കഥ പറച്ചിൽ ടാസ്ക് ആയിരുന്നു കേട്ടോ കൊടുത്തത്. അതായത് ലക്ഷ്മിയാണ് ആദ്യം വിളിച്ചിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കും. ആ കഥ ഇങ്ങനെ ഓരോരുത്തർ പാസ് ചെയ്ത് വന്നിട്ട് പറയണം. അങ്ങനെ എന്താ ത്രയംബകന് പെണ്ണും പിള്ളയ്ക്കും സത്യവല്ലിയും ത്രയംബകന്റെയും ഒരു കഥയാണ്. നീളമുണ്ട് പറയാനേ രസമാണ് അത് അല്ലേ. ത്രയംബകനെ 2-3 വട്ടം കൊക്കയിലോട്ട് ഇടിച്ചിടുന്നു, പിന്നെ ലാസ്റ്റ് തള്ളിയിടുന്നു, കൊല്ലുന്നു, പറഞ്ഞു വന്നപ്പോ നെവിന്റെ ഭാഗത്ത് എത്തിയപ്പോ നെവിൻ ത്രയംബകനും ഗിസേലിന്റെ അടുത്ത് എത്തിയപ്പോ ഗിസേൽ പെണ്ണുമ്പിള്ളയാക്കി, നെവിന്റെ അടുത്ത് എത്തിയപ്പോ നെവിൻ അതിനൊരു കൊച്ചുവാക്കി. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു വന്നപ്പോ ത്രയംബകനും പെണ്ണുമ്പിള്ളയ്ക്കും ഒരു കുട്ടിയുണ്ട്, അത് ചത്തുപോയി. ഇതാണ് കഥ. ഒരു വലിയൊരു പാരഗ്രാഫ് അവർ ഒരൊറ്റ സെന്റൻസിൽ അങ്ങ് തീർത്ത കഥ ലാസ്റ്റ്. എന്തായാലും കോമഡി ആയിരുന്നു, രസം ഉണ്ടായത് കാണാൻ. അങ്ങനെ അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒനിയലിന്റെ കേസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നാളത്തേക്ക് ടോപ്പിക് എനിക്ക് തോന്നുന്നു ഇന്ന് ഓവറായിട്ടില്ല, നല്ല ലക്ഷ്മിയെ ഫയർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് താങ്ങത്തില്ല എന്ന് എഴുതിയിട്ടായിരിക്കും നാളത്തേക്ക് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അതെ, അപ്പൊ ഇപ്പം നെവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ അതിന് കുട്ടി ഉണ്ടാക്കിയോന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോ നെവിൻ പറയുന്നത് ഷാനവാസം വന്ന് എന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോ ഒരു വികാരം ഇല്ലാതെ പറഞ്ഞ. അപ്പം വികാരം ഇല്ലാതെ കുട്ടികളുണ്ടാവണേ എന്ന് നമ്മുടെ വികാരം ഇല്ലാതെ കുട്ടി ഉണ്ടാവുന്നത് ലാലേട്ടൻ ചോദിക്കും. അതെ, അത് നല്ല കോമഡിയായിരുന്നു കേട്ടോ. നെവിൻ ഈ ലാലേട്ടന്റെ എപ്പിസോഡിലൊക്കെ നല്ല ആക്റ്റീവും നല്ല കോമഡിയൊക്കെ കേട്ടോ. അതെ അതെ, ലാലേട്ടൻ അതിന്റെ ആ ഒരു രീതിക്ക് അങ്ങ് താളത്തിനങ്ങ് നിന്നോളൂ. അതെ, അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കഥ പറഞ്ഞതെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞു വരുമ്പോ അത് വേറെ എടുത്ത് എന്നിട്ട് വേറെ രീതിയിലാവും, അതാണ് ഉദ്ദേശിച്ചെന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞ് പോകുമ്പോ ഇവിടെ ആദിലല്ലോ ആരാ നമ്മുടെ ലക്ഷ്മിയും മസ്താനയും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. അതിലും ലക്ഷ്മി പറയുന്നുണ്ട് ഇതെന്തായാലും ആദില നൂറ ഇഷ്യൂ അല്ല, മറ്റേതാണ്. അപ്പോഴത്തേക്ക് മസ്താനി പറയുന്നുണ്ട് നെക്സ്റ്റ് ഡേ സ്റ്റോറി നമ്മൾ പറഞ്ഞത് കുറച്ച് പേര് കേട്ടില്ലല്ലോ, അപ്പൊ അടുത്ത ദിവസം അവളിലേക്ക് എത്തിയത് ഇത് വേറൊരു രീതിയിലായിരിക്കും എന്നാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചതെന്നൊക്കെയാണ് ഇവിടെ മസ്താനിയും ലക്ഷ്മിയും കൂടി ഇരുന്ന് പറയുന്നത്. ഇത് മസ്താനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇത് എനിക്കിട്ടുള്ള പണിയാണോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. എന്തായാലും രണ്ടുപേർക്ക് നല്ല ഡൗട്ട് ഇരിപ്പുണ്ട്. എന്തായാലും നാളെ അറിയാം. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, അനു പറയുന്നുണ്ടല്ലോ ഈ കണ്ടന്റ് കൊടുക്കുന്നത് ക്യാഷ് മേടിച്ചിട്ടാണെന്ന്, അതെന്താണ് അങ്ങനെ പറയുന്നത്? ഇത് കേൾക്കുന്നവർ വിചാരിക്കും നമ്മളൊരു സ്ക്രിപ്റ്റ് തന്നിട്ടാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന്, ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് കരുതും, അല്ലെങ്കിൽ ഞങ്ങൾ കാശ് ഉണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഉടനെ അനു പറയുന്നുണ്ട് ഞാനിവിടെ എന്തെങ്കിലും ചെയ്ത കണ്ടന്റിന് വേണ്ടി എന്ന് പറയുമ്പോൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്ന് പറയും. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ പറയരുത്, അപ്പോൾ കേൾക്കുന്നവരുടെ മനസ്സിൽ അത് ഇരിക്കും, അവരത് വേറെ രീതിയിൽ എടുക്കും, അത് വളരെ മോശമായിട്ട്. അത് കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 സീസൺ വരെ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞു ഭയങ്കര ഊഹാപോഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു 3-4 സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറി തുടങ്ങിയായിരുന്നു, ആളുകൾക്ക് അത് വിശ്വാസമായി തുടങ്ങിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വന്ന സീസണിലെ ആൾക്കാരെല്ലാം വന്നിട്ട് കണ്ടന്റിന് വേണ്ടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, കണ്ടന്റ് എനിക്ക് കാശ് തന്നെ എന്നൊക്കെ പറയുമ്പോഴത്തെ ആളുകൾ വീണ്ടും അത് ഇട്ട് കൊടുക്കുകയാണ്. അത് അവർ ഷോയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഓരോ ഫ്രണ്ട്ഷിപ്പുകളെ പറ്റിയിട്ട് ലാലേട്ടൻ സംസാരിക്കേണ്ടത്, അതായത് ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. അപ്പം അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് പറഞ്ഞു എന്നെ ഫ്രണ്ട്ഷിപ്പിൽ വീഴ്ത്തു എന്ന് പറഞ്ഞു, അപ്പം അതാണ് എനിക്കൊരു ഡൗട്ട് എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് പറയാനായിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് വളച്ചൊടിച്ച് പറയാം, ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ വീഴ്ത്തു എന്നല്ല പറഞ്ഞത്, സ്നേഹമുണ്ടായിട്ടും സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുഖം മൂടി ഉണ്ട്, അത് ഞാൻ വലിച്ചു എടുത്ത്
അതില് നിന്നെ ഞാൻ വീട്ടും എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു കയ്യകലത്തിൽ നിക്കണോന്നൊക്കെ പറഞ്ഞ് എന്തിനാ, എല്ലാവർക്കും സ്നേഹം ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യരുത്. പിന്നെ ഒരു അനീഷ് എന്നുള്ളൊരു പേര് മാറ്റി ഒത്തിരി ബഹളം ഉണ്ടാക്കില്ല, അതിന്റെയൊക്കെ കാര്യമുണ്ടോ, എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ മിങ്കിളായി പോകുന്ന ലാലേട്ടൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല, ഇപ്പോഴും ആൾക്ക് അത് മനസ്സിലായിട്ടില്ല. അല്ല, അനീഷ് ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ടാണോ പറഞ്ഞത്, ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് ബിഗ് ബോസിനുള്ള പോലെ തോന്നി, അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് പറഞ്ഞു കുറച്ച് എല്ലാവരുടെ അടുത്ത് മിങ്കിളായി മിങ്കിളായിക്കന്നെ എന്തായാലും അനീഷായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ക്വാളിറ്റി ഉള്ള കണ്ടന്റ് അങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണോ പറഞ്ഞത്. അതായത് ലാലേട്ടൻ നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, ലക്ഷ്മിയുടെ ഇഷ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്, തൊട്ടേനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കുന്നവര് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് വഴക്കുണ്ടാക്കിയില്ലെന്ന്. അതെ, അപ്പൊ അങ്ങനെയൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ അതേ കഴിഞ്ഞിട്ട് ആര്യന്റെയും ഗിസേലിന്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തോളാനാണ് ലാലേട്ടൻ പറയുന്നത്. അതേപോലെ തന്നെ അഭിലാഷിന്റെ ഒണിയലിന്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം അഭിലാഷ് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാലും ഞാൻ കൂടെ നിൽക്കും, ഗിസലിന്റെ കൂടെ നിൽക്കും എന്ന് ആര്യം പറഞ്ഞു കേട്ടോ. അപ്പൊ അഭിലാഷ് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ, അതായത് എന്റെയും ഒണിയലിന്റെ ഫ്രണ്ട്ഷിപ്പില് തെറ്റ് കണ്ടാലും നല്ലൊരു ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്ക് അവരുടെ നെഗറ്റീവും പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്, അത് ഞാനും അതിനോടൊപ്പമാണ് യോജിക്കുന്നത്. അതെ, അപ്പൊ പിന്നെ അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട് അപ്പാനിയായിരുന്നു, അപ്പാനി പോയി എല്ലാവരുടെ അടുത്തും ഞാനിപ്പോ മിണ്ടുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ നെവിനും അനുവും തമ്മിൽ എന്താ പ്രശ്നം എന്ന് വെച്ചുമ്പോൾ നെവിൻ പറയുന്നുണ്ട് അവള് ക്യാരറ്റ് എടുത്തിട്ട് ഇരുന്നിട്ടായിരിക്കും ഞാൻ പോയി തക്കാളി എടുക്കുന്നത്, അപ്പൊ ഞാൻ തക്കാളി എടുക്കുന്നതിന് എന്നെ കുറ്റം പറയും, ചിലപ്പോൾ ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറും, അതേ ഉള്ളൂ, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല, ഉള്ളിനുള്ളിൽ എനിക്ക് ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ടോക്ക് ആയിരുന്നു നടന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഓണിയലിന്റെ കാര്യം നാളെ സംസാരിക്കാമെന്ന് പറയുന്നത്, കാരണം അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയൊരു കാര്യമല്ല, ആലോചിച്ചു പറയേണ്ട കാര്യമാണ്, അതുകൊണ്ട് നമുക്ക് നാളെ സംസാരിക്കാമെന്ന് ഒണിയലിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് 13 എന്നുള്ളൊരു നമ്പർ, അതായത് 13 പേരാണ് അവിടെ ഉള്ളത്, 13 എന്നുള്ള നമ്പറിൽ വിശ്വാസമുള്ളവർ പറയുമ്പോൾ അക്ബർ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല, എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യത്തിനും വിശ്വാസമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അക്ബറിനെ സേവ് ചെയ്തു കേട്ടോ. അതായത് പിന്നെ പറയുന്നു എന്റെ റോൾ നമ്പർ 13 ആക്കിയാണ് എനിക്ക് ഇപ്പോഴും കിട്ടാറുള്ള നല്ല നമ്പറാണ്, എനിക്കതിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ ബിനീനെയും സേവ് ചെയ്തു. അക്ബറിനെ ബിനീനെ ആദ്യം ഇരുത്തിയത് കൊണ്ട് അവിടെ ഉള്ളവർ ചിലവർക്ക് മൊത്തത്തിൽ ഒരു ഡൗട്ടായി കാണും. പിന്നെ ഈ ഓൾറെഡി അനുവിന്റെ അടുത്ത് കണ്ടന്റിന്റെ മാറ്റർ ബാക്കിയുള്ളവർക്ക് എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല എന്നിങ്ങനെ പറഞ്ഞതും പിന്നെ അക്ബറിനെ ഇരുത്തിയത്, അതായത് അനുവിന്റെ ഓപ്പോസിറ്റ് ആണ് അക്ബർ. അപ്പൊ അങ്ങനെ ചെയ്താൽ അനുവിന്റെ മുഖമൊക്കെ ഒന്ന് വിളറി വെളുത്തിട്ടുണ്ട് കാണിക്കുമ്പോ, ഇനി അനു അത് ഗെയിം മാറ്റോ ഇല്ലോ എന്ന് അറിയത്തില്ല. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഇന്ന് എല്ലാവരും നല്ല ഭംഗിയുണ്ടായിരുന്നതാണ് അല്ലേ, പ്രത്യേകിച്ച് അനു ആ ഒരു ഡ്രസ്സും ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും നമ്മള് പെൺപിള്ളേരാകുമ്പോൾ അതൊക്കെയാണല്ലോ നോക്കുന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ തന്നെ നൂറ് എന്ത് ഭംഗിയായിരുന്നു, നൂറെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗിസയിലും എല്ലാവരും നെവിൻ ഇന്ന് ഇത്തിരി നല്ല കോലത്തിൽ കണ്ടല്ലേ, അല്ലെങ്കിൽ എല്ലാ മുടിയെല്ലാം ആട്ടിക്കൊണ്ട് അവിടെ എവിടെയെങ്കിലൊക്കെ നടക്കുന്നത്. നെവിൻ ഇന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ആ ഡ്രസ്സും മുടിയെല്ലാം കൂടെ. നമ്മുടെ ലാലേട്ടന് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഷാനവാസും നല്ല ഡ്രസ്സൊക്കെ ഇട്ടായിരുന്നു. പക്ഷേ പൊതുവെ ബോയ്സ് ഒന്നും ആര്യനാണെങ്കിൽ കൂടി വലിയ സ്റ്റൈലൊന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നാളെ 2 എവിക്ഷനും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാം. അപ്പൊ അതുവരേക്കും ബൈ.